ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു JK ഓൺലൈൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ, അതായത് മോഡേൺ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഏതാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യ ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആ പദവി ഉണ്ടായി വന്നതെന്നും അത് 1947 വരെ നിലനിന്നിരുന്ന ഒരു പദവിയാണ് എന്ന് നമുക്ക് വേണ്ടി പറയാം. 47 കഴിഞ്ഞ് 48 വരെ ഉണ്ടായിരുന്നു എന്ന് വേണ്ടി പറയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന വരെ. അപ്പോൾ ആ പദവി എങ്ങനെയാണ് മാറിയത്, അതെന്താണ് ആ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദവിയിലിരുന്ന ആളുകൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തിയത്, അത് അവർക്ക് വേണ്ടിയിട്ട് അത് പോസിറ്റീവും നെഗറ്റീവും എല്ലാ രീതിയിലും കൂടുതലും ബ്രിട്ടീഷുകാരുടെ ആവശ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഭരണപരിഷ്കരണങ്ങളാണ്. അത് ആരൊക്കെ നടത്തി എന്നുള്ളത് PSCയുടെ മാത്രമല്ല കോമ്പറ്റീവ് പരീക്ഷകളിലെ എല്ലാം വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആ ടോപ്പിക്ക് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിതിൻ്റെ ആത്യന്തികമായി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ അറിയണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1757 എന്ന് പറയുന്നൊരു വർഷമുണ്ട്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെങ്കിൽ പ്ലാസി യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ ഫൗണ്ടേഷൻ ലെഡ് ചെയ്തത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അടിത്തറ പാകിയത് ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ യുദ്ധം ചെയ്തത് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സിറാജ് ഉദ്ദൗള എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് മുഗൾസിന് വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സിറാജ് ഉദ്ദൗളയാണ് യുദ്ധം ചെയ്തത്, റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും. ഇതിൽ റോബർട്ട് ക്ലൈവ് ജയിക്കുകയും അങ്ങനെ ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയുണ്ടാകുകയും ചെയ്തു. ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അന്ന് റോബർട്ട് ക്ലൈവ് ഈ പദവിയുടെ ഏറ്റവും ആദ്യത്തെ ഫോമിൽ എത്തി. അതായത് ഗവർണർ ഓഫ് പ്രസിഡൻസി ഓഫ് ഫോർട്ട് വില്യം. ഓക്കെ, എങ്ങനെയാണ്? ഗവർണർ ഓഫ് പ്രസിഡൻസി ഓഫ് ഫോർട്ട് വില്യം അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ്, രണ്ടും ഒരേ പേരാണ്. ഗവർണർ ഓഫ് പ്രസിഡൻസി ഓഫ് ഫോർട്ട് വില്യം അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബംഗാൾ. അങ്ങനെ ഏറ്റവും ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് ആരെത്തി? നമ്മുടെ റോബർട്ട് ക്ലൈവ് എത്തി. അതാണ് ഈ പദവിയുടെ ഏറ്റവും ആദ്യത്തെ ഫോം. സോ ചോദ്യം ഇങ്ങനെ വരാം, ആരായിരുന്നു ഗവർണർ, ഏറ്റവും ആദ്യത്തെ ബംഗാൾ ഗവർണർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ഓഫ് ബംഗാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. പിന്നീട് ഈ പദവിക്ക് ഒരു മാറ്റം വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, പിന്നീട് കുറെ യുദ്ധങ്ങൾ വേറെ നടക്കും. ആ യുദ്ധങ്ങളെല്ലാം നടന്ന് ഇവിടെ ബ്രിട്ടീഷുകാർ വീണ്ടും അവരുടെ അടിത്തറ സ്ട്രോങ് ആക്കും. 1773 ഒരു ആക്ട് വരും, ഒരു നിയമം വരും. ആ നിയമത്തിന്റെ പേര് റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? അങ്ങനെ 1773 റെഗുലേറ്റിംഗ് ആക്ടോട് കൂടി ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പേര് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാവും. എന്താവും? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേര് സ്വീകരിക്കും. അങ്ങനെ ഏറ്റവും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ആളെത്തും. വാരൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം വച്ച് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പുനർനാമീകരണം വന്നു. ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്നത് കൊൽക്കത്തയിലുള്ള ഫോർട്ടാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കൽക്കത്തയിൽ വരുന്ന ഫോർട്ട് എന്ന് നമുക്കറിയാം. ആ ഫോർട്ട് വില്യം എന്നുള്ള പേര് പിന്നീട് അറിയപ്പെടുന്നില്ല. പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഗവർണർ ഓഫ് ബംഗാളിൽ നിന്ന് പേര് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി. ആദ്യത്തെ ആൾ ആദ്യം ആരായി? വാരൻ ഹേസ്റ്റിങ്സ് ആയി. അടുത്തത് നോക്കാം. ഇപ്പം 1757 1773 ഇനി 1773. ദെൻ അടുത്തത് 1773 ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇനി ഇതിനൊരു മാറ്റം വരുന്നത് 1833 ചാർട്ടർ ആക്ടിലൂടെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ടർ ആക്ട്
1833 ചാർട്ടർ ആക്ട്. അന്ന് എന്തായി മാറിയെന്നറിയോ? ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പേര് പോയി എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. 1833 ചാർട്ടർ ആക്ട് അനുസരിച്ച് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. അത് വില്യം ബെന്റിക് ആണ്. ആരാണ്? വില്യം ബെന്റിക്. അപ്പൊ ഇതും PSCയുടെ മുൻവർഷ ചോദ്യമാണ്. അതായത് ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഗവർണർ ജനറൽ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിക്കാം. ഇങ്ങനെ ഇതുപോലെ തന്നെ എഴുതി വന്നാൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യമെങ്കിൽ വില്യം ബെന്റിക് ആകും ഉത്തരം. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു. ഒന്ന് ഗവർണർ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ്, അടുത്തത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാരൻ ഹേസ്റ്റിങ്സ്, അടുത്തത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് 1833. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അതായത് വീണ്ടും 1833 ശേഷം 1858 ഒരു ആക്ട് വരും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ട പോലെ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനുശേഷം വരുന്ന ഒരാക്റ്റാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആ ആക്ടോട് കൂടി ഈ പദവിയുടെ പേര് പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള പേരിലേക്ക് തിരിച്ചു വരും. എന്താണ്? വൈസ്രോയി എന്ന പേരിലേക്ക് വരും. അങ്ങനെ ഏറ്റവും ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആരെത്തും? ലോർഡ് കാനിങ് എന്ന് പറയുന്ന ആളെത്തും. ആരാണ്? ലോർഡ് കാനിങ്. അപ്പോൾ 1858 ഏത് പേര് സ്വീകരിക്കുന്നത്? വൈസ്രോയ് എന്ന ഈ പദവിക്ക് പേര് വരുന്നത്. അത് വരുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണെന്നും ഓർത്തു വെക്കണം. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഏതാണ്ട് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് അറിയാം അല്ലേ? ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ വൈസ്രോയ് എന്ന പദവി എന്ത് ചെയ്ത് കളയും? അബോളിഷ് ചെയ്ത് കളയും. പക്ഷെ ആ സമയത്ത് ലാസ്റ്റ് വൈസ്രോയ് ആയിട്ട് നിൽക്കുന്ന ആളുടെ പേര് മൗണ്ട് ബാറ്റൻ എന്നാണ്. എന്താണ്? മൗണ്ട് ബാറ്റൻ എന്നാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ്. 47 ശേഷം ഈ പദവി പേര് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല, വീണ്ടും ചേഞ്ച് ആവും. എന്താവും? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാവും. സോ 47 ഓഗസ്റ്റ് 15 ശേഷം 1948 വരെയുള്ള ഒരു വർഷക്കാലം മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ തന്നെയാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 1948 ഈ പറയുന്ന മൗണ്ട് ബാറ്റനെ അതിൽ നിന്ന് ഒഴിവായി, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ അതിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ഇത്രയും നാളും ഭരിച്ച ആ പൊസിഷനിലേക്ക് ഒരു ഇന്ത്യക്കാരനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് സി രാജഗോപാലാചാരി. അപ്പോ അങ്ങനെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഹു ഇസ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായി മാറി? സി രാജഗോപാലാചാരി ആയിട്ട് മാറി. ഒന്നും കൂടി പറയാം. 1858 വൈസ്രോയ് എന്ന പദം വന്നു. അതിനുശേഷം അത് ലോർഡ് കാനിങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വൈസ്രോയ്. 1947 ഓഗസ്റ്റ് 15 ശേഷം വൈസ്രോയ് എന്നുള്ള പദവി വീണ്ടും മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി. അങ്ങനെ 1948 ഒരു വർഷക്കാലത്തോളം മൗണ്ട് ബാറ്റൻ വീണ്ടും പഴയ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ തുടർന്നു. 1948 ആ പൊസിഷനിലേക്ക് ആരെ കൊണ്ടുവരും? സി രാജഗോപാലാചാരിയെ കൊണ്ടുവരും. അപ്പൊ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി ആണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ പഠിക്കാം? ഇങ്ങനെയാണ് ആ പദവിയുടെ പേര് മാറിയത് എന്നത് ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ 1757 റോബർട്ട് ക്ലൈവ്, അദ്ദേഹത്തെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 1773 മുതൽ 1858 വരെ 1858 വരെ ആ ഒരു പദവിയുണ്ട്. ആ പദവിയിൽ ഇരുന്ന ആളുകളെ 58 എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പദവി 58 വരെ ഇടയിലും ആൾ 56 വരെ ഉള്ളൂ. 56 ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ തന്നെയാണ് 58 പേര് മാറി വൈസ്രോയ് ആയത് എന്ന് അർത്ഥം. അപ്പോ 1773 1858 വരെയുള്ള ഗവർണർ ജനറൽമാർ ഒത്തിരി പേരുണ്ട്. ആ ഗവർണർ ജനറൽമാരെ വർഷാവർഷം വെച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ അവരെ പറ്റി ചോദിക്കാറുള്ളത് അവർ ഏതെങ്കിലും തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടോ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്നുള്ള ചോദ്യം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു
കോഡ് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആ കോഡ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തവണ PC ചോദിച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്താണോ അത് ക്ലബ് ചെയ്തിട്ടുണ്ട് ഒരു കോഡ് വെച്ച് പഠിക്കും. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടിൽ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അടുത്ത വീഡിയോ ആയിരിക്കും, ആ രണ്ടാമത്തെ പാർട്ടിൽ 1858 മുതൽ 1899 വരെയുള്ള വൈസ്രോയിമാരെ പഠിക്കും. അവരുടെ വർഷം വെച്ച് അവരെ പഠിക്കേണ്ടതുണ്ട്, ആ വർഷം വെച്ച് പഠിക്കും. അതിനുശേഷം 1899 മുതൽ 1947 വരെയുള്ള വൈസ്രോയിമാരെ പഠിക്കും. അങ്ങനെ 3 സെറ്റായിട്ടാണ് നമ്മൾ പഠിക്കാൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഇവരുടെ രണ്ടുപേരുടെയും വർഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അത് അതിനനുസരിച്ചൊരു കോഡായിരിക്കും. ഏറ്റവും ആദ്യം നമുക്ക് 1773 മുതൽ 1858 വരെയുള്ള, അല്ലെങ്കിൽ വ്യക്തിയെങ്കിൽ 56 വരെയുള്ള ഗവർണർ ജനറൽമാർ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 1773 തൊട്ട് 856 വരെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരെ എങ്ങനെ നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർ പർട്ടിക്കുലറായി ക്ലബ് ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു കഥ രൂപത്തിൽ ഓർക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇത് ഒരു ബാർബർ ഷോപ്പിലെ കഥയാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ഒരു ബാർബർ ഷോപ്പിലെ കഥയാണ്. ആ ബാർബർ ഷോപ്പിൽ മൊത്തം ഈ കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ബാർബർ ഷോപ്പിൽ വരുന്ന ഒരു പോപ്കോൺ കച്ചവടക്കാരനും പിന്നെ വരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ സായിപ്പും, അത്രയും നിങ്ങൾ ഓർത്ത് വെക്കാം. അല്ല, ഇതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. സോ വിയേർഡ് സ്റ്റോറിയാണ്, വിയേർഡായിട്ട് ഓർത്ത് വെക്കാം. നോക്കാം. അതായത് ഈ ബാർബറിന്റെ പേര് റോബർട്ട് എന്നാണ്. ഓക്കെ, ഈ ബാർബറിന്റെ പേര് റോബർട്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പിൽ അന്ന് വാറിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് യുദ്ധത്തിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ച. ബാർബറായ റോബർട്ട് വാറിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചർച്ച, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോപ്കോൺ ഇടപാടുകാരനായ ജോൺ അവിടെയുണ്ട്. സോ രണ്ടാമത്തെ കഥാപാത്രം പോപ്കോൺ ഇടപാടുകാരനായ ജോൺ അവിടെയുണ്ട്. ഈ ജോൺ പറഞ്ഞു, പുള്ളി ഒരു സൈനികനായിരുന്നു. അദ്ദേഹം ഒരു കടുവയെ പിടിച്ച് കിണറ്റിലിട്ടിട്ടുണ്ട്, വെല്ലിലിട്ടിട്ടുണ്ട് എന്ന് വലിയ തള്ളി എന്ന് വിചാരിക്കുക. അതായത് ബാർബറായ റോബർട്ട് വാറിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോപ്കോൺ ഇടപാടുകാരനായ ജോൺ, അദ്ദേഹം ഒരു സൈനികനായിരുന്നുവെന്നും അദ്ദേഹം ഒരു കടുവയെ പിടിച്ച് കിണറ്റിൽ തള്ളിയിട്ടുണ്ട് എന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ വെറുതെ ഇരുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവര് കുറച്ച് ബാർലി വെള്ളത്തിൽ മെൻഡോസ് കലക്കി, അത് അമൃതാണ് എന്നും പറഞ്ഞ് 6 ഗ്ലാസ് ഇദ്ദേഹത്തെ കൊണ്ട് കുടിപ്പിച്ചു. ഓക്കെ, എന്താണ്? ബാർലി വെള്ളത്തിൽ മെൻഡോസ് കലക്കി അത് അമൃതാന്നും പറഞ്ഞ് 6 ഗ്ലാസ് കുടിച്ചു. ഇദ്ദേഹം ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ എന്ത് മനസ്സിലായത്? ഇദ്ദേഹത്തിനെ പറ്റിച്ചാന്ന് മനസ്സിലായത്. അപ്പൊ ഇദ്ദേഹം ഹേയ് മിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തിൽ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനായിരുന്ന ബെന്നിനെ, മൂന്നാമത്തെ കഥാപാത്രം, ഇംഗ്ലീഷുകാരനായിരുന്ന ബെൻ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ദേഷ്യത്തിൽ എല്ല് അടിച്ചോടിക്കും. ഹാർഡായിട്ട് ഇടിച്ച 46 എല്ല് ഒടിയും. ഹാർഡായിട്ട് ഇടികൊണ്ട 46 എല്ലൊടിയും. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനെ എല്ലൊടിച്ചു അല്ലേ? അപ്പം എന്ത് ചെയ്തു? അവസാനം എല്ലൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് മനസ്താപമായി. ആർക്ക്? സൈനികന്. അപ്പം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഒരച്ഛനെ പോലെ ഇദ്ദേഹത്തെ കുറ്റബോധം കൊണ്ട് ദത്തെടുത്ത് സ്വന്തം വീട്ടിൽ, ഹൗസിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? ശുശ്രൂഷിക്കുന്നു. ഇതാണ് കഥ. ഓക്കെ, അപ്പൊ കഥ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കോ. ബാർബർ ആയിരുന്ന റോബർട്ട്, അദ്ദേഹം വാറിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചർച്ച നടത്തുമ്പോൾ പോപ്കോൺ ഇടപാടുകാരനായ ജോൺ വരുന്നു. അദ്ദേഹം ഒരു സൈനികനാണ്. കടുവയെ പിടിച്ച് കിണറ്റിൽ വെല്ലിൽ തള്ളിയ കഥയാണ് പറഞ്ഞത്. അവരപ്പോൾ അതിന് പകരം ബാർലി വെള്ളത്തിൽ എന്ത് കലക്കി കൊടുത്തു? മെൻഡോസ് അമൃതമാണെന്ന് പറഞ്ഞു കൊടുത്തു. 6 ഗ്ലാസ് കുടിപ്പിച്ചു. 6 ഗ്ലാസ് കുടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹേയ് മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഇംഗ്ലീഷുകാരനായ അടുത്തിരുന്ന അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ല് അടിച്ചൊടിച്ചു. ഹാർഡായിട്ട് ഇടികൊണ്ട 46 എല്ല് ഒടിഞ്ഞു. പിന്നീട് കുറ്റബോധം തോന്നിയപ്പോൾ അച്ഛനെ പോലെ ദത്തെടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ഇതാണ് കഥ. ഇനി ഇതെങ്ങനെ ഡീകോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ബാർബർ റോബർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മുമ്പ് കണ്ട റോബർട്ട് ക്ലൈവ് എന്താണ്? ഹീ ഈസ് നോൺ ആസ് ബ്രിട്ടീഷ് ബാർബർ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബാർബർ എന്ന് അറിയപ്പെടുന്ന, ബ്രിട്ടീഷ് ബാർബർ അല്ല, ബ്രിട്ടീഷ് ബാബർ എന്ന് അറിയപ്പെടുന്ന
ബ്രിട്ടീഷ് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റോബർട്ട് ക്ലൈവ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം. അടുത്തത് ഇവിടെ വാറ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ട് അല്ലേ, അതെന്താണ്? വാരൻ ഹേസ്റ്റിങ്സ്. വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അദ്ദേഹം എന്നിട്ടിരിക്കുന്ന പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്. ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഏറ്റവും ആദ്യത്തെ ആളാണ് ആര്? അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ എന്നല്ല, ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഗവർണർ ജനറൽ ആണ് ആര്? വാരൻ ഹേസ്റ്റിങ്സ്. വാരൻ ഹേസ്റ്റിങ്സ്. അടുത്തത് ഇവിടെ പോപ്കോൺ എന്നുണ്ട് അല്ലെ, അതും ഒരു വളരെ ഒത്തിരി വട്ടം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദിസ് പി ഈസ് ഫോർ പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റ് അത് നടത്തിയിട്ടുള്ളത് കോൺവാലിസ് ആണ്. പെർമനന്റ് സെറ്റിൽമെന്റിന്റെ മലയാളം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് എന്ന് ഓർക്കണം. അടുത്തത് ഇടപാടുകാരനായ ജോൺ എന്നുണ്ട് അല്ലെ. ഇടപാടുകാരനായ ജോൺ എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നയമാണ്. നോൺ ഇന്റർവെൻഷൻ പോളിസി എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ ഇടപെടാതിരിക്കൽ നയം. എന്താണ് ഇടപെടാതിരിക്കൽ നയം? അത് കൊണ്ടുവന്നത് ജോൺ ഷോർ ആണ്. എന്താണ്? ജോൺ ഷോർ. ഇടപെടാതിരിക്കൽ നയം ജോൺ ഷോർ, നോൺ ഇന്റർവെൻഷൻ പോളിസി ജോൺ ഷോർ. അടുത്തത് സൈനികൻ, അദ്ദേഹം പറഞ്ഞ കഥയാണ് അല്ലെ, സൈനികൻ കടുവാവൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നറിയോ? സൈനിക സഹായ വ്യവസ്ഥ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ടൈമാണ് സൈനിക സഹായ വ്യവസ്ഥ, അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസ് നടപ്പിലാക്കിയത് വെൽ എന്ന് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് വെൽ ലെസ്ലി. എന്താണ്? വെൽ ലെസ്ലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഈ കടുവ എന്താണെന്ന് വിചാരിക്കും, അദ്ദേഹം ബംഗാൾ കടുവ എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. ബംഗാൾ കടുവ, ഇത് രണ്ടും ചോദ്യമാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്, ബ്രിട്ടീഷ് അക്ബർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് എല്ലാം ആരാണ്? വെൽ ലെസ്ലി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്തത് ബാർലി വെള്ളം എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, അത് വേറൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ പേര് ജോർജ് ബാർലോ. എന്താണ്? ജോർജ് ബാർലോ. വെള്ളം എന്നുള്ളത് വെല്ലൂരാണ് കേട്ടോ, വെല്ലൂർ മ്യൂട്ടിനി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വെല്ലൂർ മ്യൂട്ടിനി. ആ വെല്ലൂർ മ്യൂട്ടിനി നടക്കുന്നത് ആരുടെ സമയത്താണ്? ജോർജ് ബാർലോയുടെ സമയത്താണ് എന്ന് ഓർക്കണം. ഓക്കെ, ദെൻ ഇവിടെ ബാർലി വെള്ളം 6 എന്നുള്ളത് ഇവിടെയാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഞാൻ ഇതിപ്പോൾ മാറിപ്പോയതാണ്. 6 എന്നുള്ളത് ഇവിടെ ഓർത്ത് വെക്കണം. അപ്പം ഈ ജോർജ് ബാർലോയുടെ വെല്ലൂർ മ്യൂട്ടറി നടക്കുന്നത് എന്നാണ്? 1806 എന്ന് 6 ഗ്ലാസ് വെള്ളം വരുമ്പോൾ ഓർക്കാം. ഓക്കെ, ബാർലി വെള്ളം 6 ഗ്ലാസ് മെൻഡോസ് ഇട്ട് അമൃത എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് ഓർത്താൽ മതി. സോ 6 എന്താണ്? ജോൺ ബാർലോ വെല്ലൂർ മ്യൂട്ടിനി 1806 എന്ന് ഓർക്കാം. ഇനി അടുത്തത് മെൻഡോസ് അമൃതം. അത് വേറൊന്നുമല്ല, മെൻഡോസ് എന്ന് പറയുന്നത് എന്താണ്? മിൻഡോ 1 എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണ്. മിൻഡോ 1, അതിനാണ് മെൻഡോസ്. മിൻഡോ 1 മിൻഡോ 2 ഉണ്ട്. മിൻഡോ 1 അമൃതം എന്നിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല, അമൃത്സർ ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്. എന്താണ്? അമൃത്സർ ട്രീറ്റി അല്ലെങ്കിൽ അമൃത്സർ സന്ധി. അത് മഹാരാജ രഞ്ജിത് സിംഗുമായിട്ടാണ് അമൃത്സർ സന്ധി. അത് മിൻഡോ 1 ആണ് ആ ട്രീറ്റി. അത് PS ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ ഹേയ് മിസ്റ്റർ എന്നുള്ളത് ഇവിടെ HA ഉണ്ട് അല്ലെ. ഇത് വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു, ഇത് വെറും ഹേസ്റ്റിങ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. എന്ത്? വെറും ഹേസ്റ്റിങ്സ്. MR, ഹേയ് മിസ്റ്ററിന്റെ MR എന്താന്ന് ചോദിച്ചാൽ, M മഹൽവാരി സിസ്റ്റം ആണ്. മഹൽവാരി സിസ്റ്റം. ആൻഡ് R ഈസ് റയോട്ട് വാരി സിസ്റ്റം. റയോട്ട് വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും കൊണ്ടുവന്നത് ഹേസ്റ്റിങ്സ്. നിങ്ങൾ ആ ഹേ ഓർത്താൽ മതിയാവും. ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണെന്ന് ഓർക്കണം. അടുത്തത് ഇംഗ്ലീഷ് ബെൻ എന്ന് ഇവിടെ ഉണ്ട് അല്ലെ. ഇതിപ്പോ 1833 ഇംഗ്ലീഷ് ബെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരായിരിക്കും? വില്യം ബെന്റിക് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ എന്താ പറയാ നിയമം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തായിട്ടുണ്ടായിരുന്നത്? ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. മക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത് വില്യം ബെന്റിക്കിന്റെ സമയത്താണ്. ഓക്കെ, സോ അത് വില്യം ബെന്റിക്. അടുത്തത് പ്രസ് മീറ്റിനാണ് വന്നത് എന്നുള്ളത് വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇദ്ദേഹം ശരിക്കും ഒരു കാവൽ ഗവർണറായിട്ട് ഇവിടെ വന്നതാണ്, ഗവർണർ ജനറൽ ആയിട്ട്. അത് വേറൊന്നുമല്ല, ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ് കഫേ ആണ്. മീറ്റ് എന്ന് പറയുന്നത് മെറ്റ് എന്ന് ഓർക്കണം. ചാൾസ് മെറ്റ് കഫേ, ലിബറേറ്റർ ഓഫ് പ്രസ്. അടുത്തത് എല്ല് അടിച്ചൊടിച്ചു എന്നാണ് അല്ലെ. എല്ല് അടിച്ചൊടിച്ചു എന്ന് ഓർത്താൽ
എല്ലൻ ബ്രോ അടിമത്തം നിർത്തലാക്കി. PSC യുടെ മുൻവർഷ ചോദ്യമാണ്. എല്ലൻ ബ്രോ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് ഹാർഡായിട്ട് 46 അടിച്ചോടിച്ചു എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓർത്താൽ മതി, ഹാർഡിഞ്ച് 1 എന്താണ്? ഹാർഡിഞ്ച് 1. ഹാർഡിഞ്ച് 2 പിന്നീടുണ്ട്. ഹാർഡിഞ്ച് 1 1946 L for ലാഹോർ ട്രീറ്റി, ലാഹോർ സന്ധി 1946 ഹാർഡിഞ്ച് 1 സമയത്തായിരുന്നു. അടുത്തത് എന്താണ്? ദത്തെടുത്തു അച്ഛനെ പോലെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്നാണ്. അപ്പൊ എന്താണ്? അതായത് ദത്താവകാശ നിരോധന നിയമം, ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അത് കൊണ്ടുവന്നിട്ടുള്ള വൈസ്രോയുടെ പേര് അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെ പേര് ഡൽഹൌസി. ഡൽഹൌസി ദത്താവകാശ നിരോധന നിയമം. അച്ഛനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അദ്ദേഹം ഹി ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ദ ഗവർണർ ജനറൽ ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. എല്ലാം ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അത് ഓർത്തു വെക്കുക, അത് ഡൽഹൌസിയാണ് എന്ന് ഓർത്തു വെക്കുക. സോ ഇദ്ദേഹത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും 1848 മുതൽ 1856 വരെയാണ് ഡൽഹൌസി വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. എന്താണ്? ബാർബറായിരുന്ന റോബർട്ട് വാറിനെ പറ്റി ഇമ്പോർട്ടന്റ് പോപ്കോൺ. നിങ്ങളിത് കഥയായിട്ട് ഓർത്തിട്ടില്ലെങ്കിലും ഈ പോപ്കോൺ അതുപോലെ ഇടപാടുകാരൻ ജോൺ അങ്ങനെ ഓർത്തുവെങ്കിലും വെക്കാം. എല്ലാം അടിച്ചൊടിച്ചു അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ ബെൻ അങ്ങനെയും ഓർത്തു വെക്കാം. കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഇതേ ഓർഡറിൽ തന്നെയാണ് ഇവരുടെ ഇവരുടെ അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് എവിടെയെങ്കിലും 1-2 വർഷം വന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത 1-2 പേരെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും ഇതേ ഓർഡറിലാണ് 1773 മുതൽ 1856 വരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ ഈ പേരുകൾ ഒന്നും കൂടി നോക്കോ. എന്താണ്? റോബർട്ട് ക്ലൈവ്. എന്താണ് പഠിച്ചേ? ബ്രിട്ടീഷ് ബാർബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ്. അടുത്തത് വാരൻ ഹേസ്റ്റിങ്സ്, നമ്മൾ പഠിച്ചു. ഇംപീച്ച് ചെയ്യപ്പെട്ട വാരൻ ഹേസ്റ്റിങ്സ്. കോൺവാലിസ് എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി. ദെൻ ജോൺ ഷോർ എന്താണ് നമ്മൾ പഠിച്ചത്? ഇടപെടാതിരിക്കൽ നയം, നോൺ ഇന്റർവെൻഷൻ പോളിസി പഠിച്ചു. ദെൻ അടുത്തത് വെല്ലസ്ലി. എന്താ പഠിച്ചേ? ബംഗാൾ കടുവ എന്ന് പഠിച്ചു, വെല്ലസ്ലി. ദെൻ അടുത്തത് അതുപോലെ തന്നെ എന്ത് പഠിച്ചു? സബ്സിഡറി അലയൻസ് പഠിച്ചു. ദെൻ അടുത്തത് ജോർജ് ബാർലോ അല്ലെ. ജോർജ് ബാർലോ എന്താ നമ്മൾ പഠിച്ചത്? വെല്ലൂർ മ്യൂട്ടറി പഠിച്ചു. ദെൻ അടുത്തത് മിന്റോ 1, ഇത് മിന്റോ 2 ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അമൃത്സർ ട്രീറ്റി രഞ്ജിത് സിംഗുമായിട്ടെന്ന് പഠിച്ചു. ദെൻ ഹേസ്റ്റിങ്സ് മഹൽവാരിയും റയോട്ട് വാരിയും. വില്യം ബെന്റിക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെ ആൾ. ദെൻ ലിബറേറ്റർ ഓഫ് പ്രസ് എന്തായിരുന്നു? മെറ്റ്കാഫ്. ദെൻ എല്ലൻ ബറോ അടിമത്തം നിരോധിച്ചയാള്. അടുത്തത് ഹാർഡിഞ്ച് 1 നമ്മൾ പഠിച്ചു, 1946 ലാഹോർ ട്രീറ്റി. ദെൻ ഡൽഹൌസി നമ്മൾ പഠിച്ചു, ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ എന്ന് പഠിച്ചു. ഫാദർ ഓഫ് റെയിൽവേ എന്നെല്ലാം പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ്. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.